അയ്യ വണക്കം. കഴിഞ്ഞ ദിവസമാണ് മുൻ MLA ആയിട്ടുള്ള കെ ശബരിനാഥന്റെ ഭാര്യയും IAS ഉദ്യോഗസ്ഥയുമായിട്ടുള്ള ദിവ്യ എസ് അയ്യർ തന്റെ വിശ്വാസ ആചാരപ്രകാരം ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാനായിട്ട് എത്തിയത്. ഇവർ ആറ്റുകാൽ പൊങ്കാല ഇട്ടുകൊണ്ടിരിക്കുന്ന ദൃശ്യം വിത്ത് മകൾ ആൻഡ് ഭർത്താവിന്റെ അടുത്ത് അശ്ലീല വാചകങ്ങളോടുകൂടി സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയാണ് യുക്തിവാദികൾ എന്നറിയപ്പെടുന്ന കമ്മികളും സുഡാപ്പികളും. യുക്തിവാദി എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിലാണ് ഇത് ആദ്യമായിട്ട് വരുന്നത്. സ്വാഭാവികമായിട്ടും ഇത് സമൂഹ മാധ്യമത്തിൽ വലിയ ചർച്ചയായപ്പോൾ ഗ്രൂപ്പിലുള്ള ഈ പോസ്റ്റ് മുഖ്യമാവും വേട്ടാവളിയമാരി കണ്ടം വഴി ഓടിയിരിക്കും എന്നുള്ളത് അടുത്ത കാര്യം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: നിസാരക്കാരിയല്ല, ഡോക്ടറാണ്, IAS-കാരിയാണ് പൊങ്കാല ഇട്ടിരിക്കുന്നത്. ആറ്റുകാലമ്മ സർവശക്തയാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കപ്പെട്ടു കഴിഞ്ഞു. ഏതായാലും ഈ IAS-കാരിയുടെ കുടുംബം തലമുറ മുന്നേ മതം മാറാത്തത് ആറ്റുകാലമ്മയുടെ ഭാഗ്യം എന്ന് പറഞ്ഞാണ് ആ പോസ്റ്റ് വന്നിരിക്കുന്നത്. യുക്തിവാദി എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ഡോക്ടർ ആയിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ സയന്റിസ്റ്റ് ആയിരിക്കുന്ന ആൾക്ക്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിദ്യാഭ്യാസമുള്ള ഒരാൾക്ക് ഒരിക്കലും ദൈവവിശ്വാസിയാകാൻ പാടില്ല എന്നാണ് ഈ കമ്മികളും സുഡാപ്പികളും ഇവിടെ കിടന്ന് പറയുന്നത്. ആൽബർട്ട് ഐൻസ്റ്റീന് ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ഇനി ഐസക് ന്യൂട്ടന്റെ ദൈവവിശ്വാസം ഉണ്ടായിരുന്നു. ഐസക് ന്യൂട്ടനും ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ കമ്പനി ആയിട്ടുള്ള ആപ്പിൾ കമ്പനിയുടെ തലവൻ സ്റ്റീവ് ജോബ്സ് കടുത്ത ഹിന്ദുമത ആത്മീയ വിശ്വാസിയായിരുന്നു എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം? അയ്യോ തള്ളു എന്നൊക്കെ പറയുന്ന സമയം കൊണ്ട് സ്റ്റീവ് ജോബ്സിന്റെ ജീവചരിത്രം ഒന്ന് പഠിക്കുന്നതും സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിൽ വന്നത് എന്തിനാണെന്ന് ഒന്ന് പഠിക്കുന്നതും വളരെ നന്നായിരിക്കും. സ്റ്റീവ് ജോബ്സ് ഇന്ത്യയിലേക്ക് വന്നത് ഇന്ത്യയിൽ നീം കറോളി ബാബ എന്ന് പറയുന്ന ബാബയെ കാണാനാണ്. ഈ നീം കറോളി ബാബ ഇരിക്കുന്നത് കാഞ്ചി ധാം ആശ്രമത്തിലാണ്. നീം കറോളി ബാബ ഹനുമാന്റെ അവതാരമാണെന്ന് അവിടെയുള്ള ആൾക്കാർ വിശ്വസിച്ചിരുന്നു. സ്റ്റീവ് ജോബ്സ് ഹരേ കൃഷ്ണ പ്രസ്ഥാനത്തിൽ അവിടെ കിടന്ന് അവരുടെ ഭക്ഷണവും കഴിച്ച് പൈസ ലുപ്തിച്ച് നേരെ ഇവിടേക്ക് എത്തിക്കഴിഞ്ഞ ശേഷം നീം കറോളി ബാബയെ കാണാനായിട്ട് പറ്റിയില്ല. കാരണം 1 വർഷം മുമ്പേ അദ്ദേഹം മരിച്ചുപോയി. സ്റ്റീവ് ജോബ്സ് ഇവിടെ വന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു പോയപ്പോഴാണ് ആപ്പിൾ കമ്പനി ക്ലച്ച് പിടിക്കുന്നത് എന്ന് സ്റ്റീവ് ജോബ്സ് തന്നെ പല ഭാഗത്തും പറഞ്ഞിട്ടുണ്ട്. ഇനി പ്രധാനമന്ത്രി നരേന്ദ്രമോദി മാർക്ക് സുക്കർബർഗിനെ കാണാൻ പോയ സമയം ഓർമ്മയുണ്ടോ? മാർക്ക് സുക്കർബർഗ് എന്ന് പറഞ്ഞാൽ നീയൊക്കെ ഇപ്പൊ ഇരുന്ന് ഈ ദിവ്യ എസ് അയ്യരുടെ പടം അശ്ലീല ചുവയോടുകൂടി പ്രചരിപ്പിക്കുന്ന ആ ഫേസ്ബുക്ക് ഉണ്ടാക്കിയ ആളാണ്. ഈ മാർക്ക് സുക്കർബർഗ് നരേന്ദ്രമോദിയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്: വിവരവും വിദ്യാഭ്യാസവും വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ആ മാർക്ക് സുക്കർബർഗിന്റെ ആ പ്രസംഗം ഒന്നിരുന്ന് കേൾക്കണം, മോദിയുമായുള്ള ഇന്ററാക്ഷൻ ഒന്നിരുന്ന് കേൾക്കണം. സ്റ്റീവ് ജോബ്സ് പറഞ്ഞിട്ട് ഇന്ത്യയിലെ ഈ ആശ്രമത്തിൽ വന്നതിന് ശേഷമാണ് എൻ്റെ ഫേസ്ബുക്ക് ക്ലച്ച് പിടിച്ചതെന്ന് വെണ്ടക്ക അക്ഷരത്തിൽ അതിനകത്ത് മാർക്ക് സുക്കർബർഗ് പറയുന്നുണ്ട്. ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി, വെറുതെ ചൊറിയും കുത്തിയിരിക്കുന്ന സമയത്ത്. അപ്പം നമ്മുടെ വിഷയം അതൊന്നുമല്ല. നമ്മുടെ വിഷയം എന്ന് പറയുന്നത് വിദ്യാഭ്യാസമുള്ളവരാരും തന്നെ ദൈവവിശ്വാസിയാകാൻ പാടില്ല എന്ന് ഇവന്മാർക്കൊരു നിലപാടില്ല. ഇവന്മാർ ആ നിലപാടിന്റെ പുറംമൂടിയിൽ ഹിന്ദു വിശ്വാസത്തെ മുഴുവൻ അവഹേളിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്ന ഒരു പറ്റം ആട്ടും തോലിട്ട സുഡാപ്പി കമ്മി ചെന്നായ്ക്കളാണ്. ഈ കമ്മ്യൂണിസ്റ്റുകാർക്കിടയിൽ സുഡാപ്പികളുണ്ട്. അവന്മാരെ നമ്മൾ സഖാപ്പികൾ എന്ന് വിളിക്കും. പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടപ്പോൾ കുറേ എണ്ണം ഇങ്ങോട്ടേക്ക് ഒഴുകി വന്നു. കമ്മ്യൂണിസ്റ്റുകാർ തന്നെ, CPM തന്നെ അവരുടെ പല രേഖകളിലും പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സുഡാപ്പികളുടെ സാന്നിധ്യമുണ്ട്, നമ്മളത് പരിശോധിക്കും എന്ന് കൃത്യമായിട്ട്. ഇനി അപ്പുറത്ത് യുക്തിവാദികൾക്കിടയിലും കുറേ സുഡാപ്പികൾ ഇറങ്ങി ചെന്നിട്ടുണ്ട്. ഗ്രൗണ്ട് വർക്ക് നടത്താനാണ് ഇവർ യുക്തിവാദികൾക്കിടയിൽ ഇറങ്ങി ചെന്നിരിക്കുന്നത്. കാരണം യുക്തിവാദം വളർന്നു കഴിഞ്ഞാൽ ഏറ്റവും അധികം നാശം സംഭവിക്കാൻ പോകുന്നത് ഇസ്ലാം മതത്തിനായിരിക്കും, അല്ലെങ്കിൽ സെമറ്റിക് മതങ്ങൾക്കായിരിക്കും എന്നുള്ളത് കൊണ്ടാണ് യുക്തിവാദികൾക്കിടയിലേക്ക് ഇവർ ഇറങ്ങി ചെന്നിരിക്കുന്നത്. യുക്തിവാദികൾ പലപ്പോഴും ഹിന്ദു മതത്തെ നിശിതമായി പല കാര്യങ്ങളിലും ക്രിയാത്മകമായി ഗംഭീരമായി വിമർശിക്കാറുണ്ടെങ്കിൽ പോലും ഹിന്ദുക്കൾ ആരും തന്നെ അതിനെ മൈൻഡ് ചെയ്യാറില്ല. അതിനിപ്പോൾ എനിക്കെന്താ, യുക്തിവാദികൾ ഒരു ഹിന്ദു അങ്ങോട്ട് പോട്ടെ വാ, കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല നിനക്കറിയാമോ, അതിനിപ്പോൾ ഞാൻ എന്നാ വേണം എന്നുള്ളതാണ് നമ്മുടെ തിരിച്ചുള്ള ചോദ്യം. രാമൻ ജീവിച്ചിട്ടില്ല, അത് നിനക്കറിയാമോ? എടീ ഞാൻ എന്തോ വേണോടെ? രാമനും കൃഷ്ണനും ഇവിടെ ജീവിച്ചിരുന്നില്ലെങ്കിൽ ഞാൻ എങ്ങാ വേണം എന്നുള്ളതാണ് ഒരു ചോദ്യം. നിനക്കൊരു കാര്യം അറിയാമോ? ഈ രാമൻ എന്ന് പറയുന്ന ആളുണ്ടല്ലോ, അയാളെ മര്യാദ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നില്ലേ? അങ്ങനെ വിളിക്കാൻ എന്തർഹതയാണ് അയാൾക്കുള്ളത് എന്നൊരു ചോദ്യം ഇവർ നമ്മളോട് ചോദിക്കും. പോരാത്തതിന് രാമനെ റോൾ മോഡലാക്കാൻ എനിക്ക് മനസ്സില്ല എന്നൊക്കെയാണ് യുക്തിവാദികളുടെ പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത്. എടേ, ഈ രാമനെ റോൾ മോഡലാക്കാൻ നിനക്ക് യാതൊരുവിധ താല്പര്യമില്ലെങ്കിൽ ആക്കണ്ട, യാതൊരുവിധ പ്രശ്നവും എനിക്കുമില്ല. രാമനെ നീ റോൾ മോഡൽ ആക്കണ്ട എന്ന് മാത്രമല്ല, രാമനെ റോൾ മോഡൽ ആക്കാതിരിക്കാനായിട്ട് നീ രാമനിൽ കണ്ട ചില ചെയ്തികളുണ്ടല്ലോ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് നീ ചെയ്താൽ മതി. രാമൻ ഒരു രാജാവായിരുന്നു. രാമൻ രാജാവായതുകൊണ്ട് തന്നെ രാജാവിൻ്റെ ധർമ്മം എന്ന് പറയുന്നത് പ്രജകളുടെ ക്ഷേമമാണ്. ഏറ്റവും വലിയ ധർമ്മം എന്ന് പറയുന്നത് രാജാവിൻ്റെ പ്രജകളുടെ ക്ഷേമമാണ്. ആ പ്രജകൾക്കൊരു പ്രശ്നമുണ്ടായപ്പോൾ രാമൻ പ്രജകളുടെ കൂടെ നിന്നു.
നീ ഒരു രാജാവാണെങ്കിൽ നീ പ്രജകളുടെ കൂടെ നിൽക്കണ്ട. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പോലെ ജനങ്ങളെ മുഴുവൻ തള്ളി പറഞ്ഞിട്ട് എൻ്റെ മോളെ എനിക്ക് തള്ളി പറയാൻ പറ്റില്ല, അതുകൊണ്ട് മാസപ്പടി കേസിൽ ഞാൻ ഖജനാവിൽ നിന്ന് പൈസ എടുത്ത് മോക്ക് വേണ്ടി ചെലവാക്കും എന്നുള്ള രീതിയിൽ നിൽക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ നീ അങ്ങ് റോൾ മോഡലാക്കിക്കും. നമുക്കൊന്നും യാതൊരുവിധ പ്രശ്നവുമില്ല. അപ്പോൾ രാമൻ എന്താണോ ചെയ്തത് അതിൻ്റെ എക്സാക്ട് ഓപ്പോസിറ്റ് നീ ചെയ്താൽ മതി. രാമനെ റോൾ മോഡലാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെ പല വിമർശനങ്ങളും ഹൈന്ദവ വിശ്വാസങ്ങൾക്കിടയിലേക്ക് യുക്തിവാദികൾ വാരി വലിച്ചെറിയുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്. പക്ഷേ ഇതൊന്നും ഹൈന്ദവ വിശ്വാസത്തിനോ ഹൈന്ദവ സംസ്കാരത്തിനോ യാതൊരുവിധ പോറലും ഏൽപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, ദിവസങ്ങൾ കഴിയുന്തോറും ഹൈന്ദവ വിശ്വാസങ്ങൾ കൂടുതൽ ശക്തിപ്പെടുകയും കൂടുതൽ രസകരമാവുകയും ചെയ്യുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ, ഒരു യുക്തിവാദി ഒരു കടലിന്റെ സൈഡിൽ നിന്ന് ഒരു പൊത്ത തൊട്ടിയിട്ട് ആ കടലിൽ നിന്ന് വെള്ളം കോരി കരയിലേക്ക് ഒഴിക്കും പോലെയാണ് ഈ സംസ്കാരത്തെ വറ്റിക്കാനായിട്ട് ശ്രമിക്കുന്നത് എന്ന് പറയുന്നത്. രാമൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കൃഷ്ണനുണ്ട്, കൃഷ്ണൻ ജീവിച്ചിരുന്നിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ കൽക്കിയുണ്ട്, കൽക്കി 10 അവതാരങ്ങളുണ്ട്, 33 ദേവന്മാരുണ്ട്. ഇനി ഈ ഒരു ദേവന്മാരും ഇല്ല, ഒരു സംഭവങ്ങളും ഇല്ല, ഒരു കാര്യങ്ങളും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് നേരെ കണ്ണാടിയിൽ നോക്കി നമ്മളെ നോക്കി തന്നെ പ്രാർത്ഥിക്കാനായിട്ട് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതായത് നീ തന്നെയാണ് നീ ചെയ്യുന്ന സകല കാര്യങ്ങളുടെയും ഉത്തരവാദി. നീ അല്ലാതെ വേറൊരു കാര്യത്തിനും നിന്റെ ജീവിതത്തിൽ നടക്കുന്നതിന് ആരും ഉത്തരവാദിയായിരിക്കില്ല മോനെ. ഈ ഒരു കാര്യം അംഗീകരിക്കുന്നുണ്ടോ യുക്തിവാദികൾ? അത് അവർ അംഗീകരിക്കുന്ന ഒരു സംഭവം. പിന്നെ വേറൊരു കാര്യം പറയുകയാണെങ്കിലുണ്ടല്ലോ, നിരീശ്വരവാദം, അതായത് ദൈവത്തിൽ വിശ്വാസമില്ലാത്ത കുറെ ആൾക്കാരാണ് നിരീശ്വരവാദികൾ എന്ന് പറയുന്നത്. ദൈവത്തിൽ വിശ്വാസമുള്ള കുറേ ആൾക്കാരാണ് ഇപ്പുറത്തെ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ വിശ്വാസമില്ലാത്തവരെയും ഉൾക്കൊള്ളാനായിട്ട് ഹൈന്ദവ മതത്തിന് സാധിക്കും, വിശ്വാസമുള്ളവരെയും ഉൾക്കൊള്ളാനായിട്ട് ഹൈന്ദവ മതത്തിന് സാധിക്കും. രണ്ടുപേരും തമ്മിൽ ക്രിയാത്മകമായിട്ട് മുന്നോട്ട് പോകാനും ഇതിന് സാധിക്കും. കാരണം ഈ വിശ്വാസമില്ലാത്തവൻ ദൈവമില്ല എന്ന് വിശ്വസിക്കുന്നു, വിശ്വാസമുള്ളവൻ ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഈ രണ്ടും ഒരു വിശ്വാസമാണ്. ഈ വിശ്വാസത്തിൻ്റെ പുറത്താണ് ഈ രണ്ട് വേട്ടാവളിയന്മാർ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ when it comes to ഇസ്ലാം, ഒരു ഇസ്ലാം രാഷ്ട്രത്തിൽ നമുക്കൊരു യുക്തിവാദിയെ കാണാൻ പറ്റില്ല. കാരണം ഇതുപോലെ, അതായത് ആറ്റുകാൽ പൊങ്കാലയൊക്കെ പോലെയുള്ള സംഭവങ്ങളെ ഇങ്ങനെ അധിക്ഷേപിക്കുന്ന രീതിയിലൊക്കെ പോസ്റ്റും കമൻറ്റുകളും ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അധിക്ഷേപിക്കുന്ന രീതിയിൽ പോസ്റ്റും കമൻറ്റുകളുമായിട്ടൊക്കെ വന്നു കഴിഞ്ഞാൽ ഇവിടെ യാതൊരു ചുക്കും ആർക്കും സംഭവിക്കാൻ പോകുന്നില്ല, ഹിന്ദുക്കൾക്കിടയിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ മറിച്ച് അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ഇസ്ലാമിക രാഷ്ട്രത്തിൽ പോയാണ് ചെയ്യുന്നതെങ്കിൽ കൊഞ്ചം മിസ് ഇല്ലണ തല പോച്ച് എവ്വളോ വാട്ടി കാപ്പാത്തും, 1 വാട്ടി 10 വാട്ടി 100 വാട്ടി 1000 വാട്ടി പെണ്ണുവേ, നിന്റെ തലയെറുത്ത് നമ്മുടെ ഷേക്കിൻ്റെ മുമ്പിൽ വെക്കണവരേക്കും എനിക്ക് ഉറക്കമേ ഇല്ല സാറേ എന്നവന്മാർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് സാധിക്കും. അത് ഇതിൻ്റെ വേറൊരു വശം. ഇനി ദിവ്യ എസ് അയ്യരുടെ ഈ യുക്തിവാദി പോസ്റ്റിൽ വന്ന ഇതിൻ്റെ താഴെ ഇട്ട കമൻറ്റുകളാണ് ബഹുരസം എന്ന് പറയുന്നത്. ഇതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ എന്ന് പറഞ്ഞാൽ, ഉമ്മർ KP ബീഫാണല്ലോ പൊങ്കാല അടുപ്പിൽ എന്നാണ് അയാളുടെ കമൻറ്റ്. ഹസൻ ബന മുഹമ്മദ്, ഹാവു കേരളം രക്ഷപ്പെട്ടു, ഇനി എല്ലാം ആറ്റുകാൽ ഭാസ്കരൻ കാത്തുകൊള്ളും, ഹമ്മേ മഹാമായേ എന്നുള്ളതാണ് ഒരു കമൻറ്റ്. ഖലീൽ ഇബ്രാഹിം, മുട്ടക്കറിയാണോ അടുപ്പിൽ എന്നാണ് ചോദിക്കുന്നത്. അസീസ് തോണിക്കര, ഓരോരോ ശവങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി റഫീഖ്, ചിക്കൻ കറിയാണോ വയ്ക്കുന്നത് എന്ന് ചോദിക്കുന്നു. ഇനി നൗഫൽ, അടുപ്പിൽ ബീഫ് കറിയാണോ എന്ന് ചോദിക്കുന്നു. സമീർ സാം, ഈ നാട്ടിൽ ജീവിക്കേണ്ട, കൂട്ടത്തിൽ കൂടി ജീവിക്കണം, പദവികൾ ബഹുമാനം പിന്തുണ എല്ലാവർക്കും ലഭിക്കുമെന്ന് പറയുന്നു. ഷൗക്കത്ത് അലി, മൈ എന്ന് പറഞ്ഞിട്ട് 3 കുത്തിട്ടിരിക്കുന്നു. അത് അവനെ തന്നെ വിളിച്ചതാവാനാണ് സാധ്യത. 10 ഗുണം 10 ഗുണം. ലെനിൻ കുന്നത്തുമറ്റം, വിദ്യ ആഭാസം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണ് രണ്ടും എന്ന് പറഞ്ഞ ഒരു ഫേക്ക് കമൻറ്റ്. നല്ല വീട്ടിൽ പട്ടിയും ജനിക്കും. ഇനി ഫൈസൽ ഫായിസ്, IAS അമ്മ അയലക്കറിയാണോ ഉണ്ടാക്കിയത് എന്നിങ്ങനെയുള്ള ഹെയ്റ്റ് കമൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നമ്മുടെ കേരള പോലീസൊന്നും ഇത് കാണില്ല. കേരള പോലീസ് മതനിന്ദയ്ക്ക് കേസെടുക്കാനുള്ള സാധ്യതയില്ല. കേരള പോലീസ് അനങ്ങാതെ ഇരിക്കുകയാണ്. പക്ഷേ പാലയിലെ ഒരു പള്ളിയിൽ ആരൊക്കെയോ കയറി, പേരില്ല കേട്ടോ, അവർക്കൊന്നും പേരില്ല, കാരണം പേര് പുറത്ത് പറയാൻ പാടില്ല. പേര് പുറത്ത് പറഞ്ഞാൽ ഇവിടെ കലാപം ഉണ്ടാവും. അതുകൊണ്ട് കലാപം ഉണ്ടാവുന്നത് കൊണ്ട് പേര് പുറത്ത് പറയരുതെന്നാണ് കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഏലത്തൂർ നമ്മളെ ട്രെയിൻ തീവെപ്പ് വന്നപ്പോഴും പിന്നെ അങ്ങനെ പേരുകൾ പുറത്ത് പറയാൻ പാടില്ല, ഈ പ്രതിയെ പിടിക്കുന്നത് വരെ മതസ്പർദ്ധ ഉണ്ടാക്കാൻ പാടില്ല എന്നൊക്കെയുള്ള സംഭവങ്ങളൊക്കെ വന്നിരുന്നല്ലോ. അതുകൊണ്ട് അങ്ങനെയുള്ളത് പറയാൻ പാടില്ല. പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൻ്റെ താളം തെറ്റും, ബഹുസ്വരത തകരും, മതേതരത്വം വെള്ളത്തിലാവും എന്നൊക്കെ ഉള്ളത് കൊണ്ട് പേരൊന്നും പറയാൻ പാടില്ല. വളരെ നീറ്റായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. പാലയിൽ ഒരു പള്ളിയിൽ അച്ഛനെ കയറി, ഒരു പള്ളിയിൽ അച്ഛനെ കയറി കുറേ എണ്ണം മർദ്ദിച്ചെന്നും പള്ളിയുടെ ഫ്രണ്ടിൽ കിടന്ന് വണ്ടി സമ്മർസാൾട്ട് അടിച്ച് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്ത് വന്നപ്പോഴൊക്കെ നമ്മുടെ കേരള പോലീസും കോട്ടയം SP ഒക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ ഇപ്പുറത്തൊരു സൈഡിൽ വന്നു കഴിഞ്ഞാൽ അവരെ എന്ത് വേണോ പറഞ്ഞോട്ടെ,
അവരാരും ഒരു ചുക്കും ആരെയും ചെയ്യാൻ പോകുന്നില്ല. കാരണം അത്രയ്ക്ക് സഹിഷ്ണുതയുള്ള ടീമുകളാണ്. പക്ഷേ മറ്റേത് അങ്ങനെയല്ല എന്ന് കേരള പോലീസിന് പോലും കൃത്യവും വ്യക്തവുമായിട്ട് അറിയാം. അതുപോലെ തന്നെയാണ് ഈ 80% ഭൂരിപക്ഷമായി നിൽക്കുന്നത് കൊണ്ടാണ് ഇന്നും ഇന്ത്യ മഹാരാജ്യം മതേതരത്വത്തിൽ പോകുന്നത് എന്ന് ഇപ്പോൾ നമുക്ക് കൃത്യവും വ്യക്തവുമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇത് വേറൊരു കാര്യം. പിന്നെ സെമറ്റിക് മതങ്ങളെ പറയുമ്പോൾ ഇവർ കിടന്ന് പെട്ടെന്ന് ചൂടാവുന്നതും പെട്ടെന്ന് കയ്യും കാലൊക്കെ വെട്ടാൻ പോകുന്നതും എന്താണെന്ന് നമ്മൾ പ്രധാനമായിട്ട് ചോദിച്ചാലും, പിന്നെ ഈ ഹൈന്ദവ മതത്തെ പറയുമ്പോൾ ഇവർ യാതൊരു കൂസലുമില്ലാതെ പോയി ഇവ മാമിക്ക് മാവാട്ടർ വേലയെ പറ എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വർണം എന്ന് പറയുന്നത് അത് ഒറിജിനൽ ആണെങ്കിൽ ആ സ്വർണം എവിടെ ഇരുന്നാലും തിളങ്ങും. മറ്റേത് റോൾഡ് ഗോൾഡ് ആണെങ്കിൽ നമ്മൾ പെയിൻ്റ് അടിച്ചുകൊണ്ടേയിരിക്കണം. ആ പെയിൻ്റ് അടിക്കുന്നതിന് ആരെങ്കിലും ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ഭയങ്കരമായിട്ട് ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ വരും, അങ്ങനെ ഒരു സംഭവങ്ങളൊക്കെ വരും. അതിൻ്റെ ഒരു വെപ്രാളം മാത്രമാണ് ഈ കാണാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് വേറൊരു കാര്യം. പക്ഷേ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.